ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി സാധനത്തിന്റെ റിവ്യൂ വീഡിയോ ആണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സീക്ക കാമിംഗ് നൈറ്റ് ജെല്ലാണ്. ഫസ്റ്റിലേ പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇത് ഞാൻ സ്മിറ്റന്റെ ട്രയൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങത്തില്ലേ 199 രൂപയ്ക്ക്, അങ്ങനെ 2 ട്രയൽ പോയിന്റ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഞാൻ ഇത് 1 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരും മസ്റ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. അതിപ്പം ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് സ്കിൻ ആയിക്കോട്ടെ, ഏത് സ്കിൻ ടൈപ്പ് ആയാലും അവരുടെ AM റൊട്ടീനിലും PM റൊട്ടീനിലും മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. ആൻഡ് ഇതവര് നൈറ്റ് ജെൽ ആയിട്ടും ഇറക്കിയിട്ടുള്ള സെയിം മോയ്സ്ചറൈസറും അവർക്ക് അവൈലബിൾ ആണ്. ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അറിയാം, ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരിക്കും അവരുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആയിട്ട് കാണുന്നത്. എനിക്കും അങ്ങനെ തന്നെ. ഞാൻ നല്ല ക്ലിയർ സ്കിൻ ഉള്ളവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, ദൈവമേ എന്നാ എന്റെ സ്കിൻ ഇതുപോലെ ഒന്ന് ക്ലിയർ ആയി കാണുന്നതിന്. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിയതാ ഈ ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിൽ കിടക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ ആക്നെ റെഡ്യൂസ് ചെയ്യും, അതുപോലെ 30 ദിവസത്തിനുള്ളിൽ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ സ്കിന്റെ പിമ്പിൾസ് കുറഞ്ഞിട്ടില്ല, സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ആയിട്ടില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആക്നെ റെഡ്യൂസ് ചെയ്യും, ആക്നെ മാർക്സ് റെഡ്യൂസ് ചെയ്യും, ഇൻഫ്ലമേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് ആക്നെ മാർക്സ് കുറഞ്ഞിട്ടില്ല, ആക്നെ കൂടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇൻഫ്ലമേഷൻ ഒന്നും ഇല്ല. എന്നുവെച്ചാൽ ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് 2 തരത്തിലുള്ള ആക്നീസ് വരും. ഒന്ന് മറ്റേ ആംഗ്രി ആക്നീസ് വരും, 2 മറ്റേ ചെറിയ ചെറിയ ബംസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ആവുന്ന അങ്ങനത്തെ പിമ്പിൾസും വരും. എനിക്ക് അങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആയിട്ടുള്ള ബംസ് ആയിട്ടുള്ള പിമ്പിൾസ് വരാറ്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് സീക്ക. സീക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്ന കൊടങ്ങല്. പിമ്പിൾ കുറയാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ കൊടങ്ങൽ എന്ന് പറയുന്നത്. അതുപോലെ അത് ഉള്ളി കഴിക്കുന്നതും ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഉള്ളതാണ് നയാസിനമൈഡ്. നയാസിനമൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ആക്നെ മാർക്സ് കുറയ്ക്കുന്നതാണ്. പിന്നെ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ. അതുപോലെ ഗ്രീൻ ടീ ഉണ്ട്. ഗ്രീൻ ടീ നീമും ഒക്കെ ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് അടിപൊളി സാധനങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോഴും ഇത് വാങ്ങണം. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഡോട്ട് ആൻഡ് കീന്ന് യൂസ് ചെയ്യുന്നത് ഇതിന്റെ 72 ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ. അത് ഞാൻ സ്മിറ്റണിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനിയും അതിന്റെ ഒരു പെർഫോമൻസ് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ബ്രാൻഡിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ എന്റെ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്റെ സ്കിൻ കൺസേൺ ഇതായിരുന്നു. അപ്പൊ എന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഞാനിത് വാങ്ങാം, അപ്പൊ തന്നെ ഞാൻ കാർട്ടിലാക്കി ആഡ് ചെയ്തിട്ടു. അങ്ങനെ ഞാൻ പിന്നെ ഇത് ഓർഡർ ചെയ്ത് സാധനം കൈ കിട്ടി. ഇതിന്റെ അപ്പിയറൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ സാധനം കൈ കിട്ടി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിന്റെ സ്മെല്ല് ഒരു പനിക്കൂർക്കയുടെ കൂട്ടത്തെ സ്മെല്ലായിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പനിക്കൂർക്കയുടെ കൂട്ടത്തെ സ്മെല്ലായിരുന്നു. പിന്നെ ഇത് ഈസിലി അബ്സോർബ് ആവും. ഞാൻ ഇതിന്റെ ടെക്സ്ചർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭയങ്കര ജെല്ലായിട്ട് ഈസിലി അബ്സോർബ് ആവുന്നൊരു ടെക്സ്ചർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്താ പറയുന്നത്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനൊരു സംഭവം എനിക്ക് തന്നൊരു ഐറ്റം ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ പോരായ്മകൾ ആദ്യം തിരിച്ചറിയാൻ സാധിച്ചത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡബ്ബയായിരുന്നത്. പിന്നെ ഇതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവും. എനിക്ക് അതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് കൂടുക. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പീരിയഡ്സിന്റെ ഡേറ്റ് എടുത്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പിമ്പിൾസ് കൂടുന്നതെന്ന് വിചാരിച്ചു. അപ്പം അത് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു, അത് കഴിഞ്ഞ് പീരിയഡ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, പിമ്പിൾസ് കുറയുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ്, 3 ആഴ്ച കഴിഞ്ഞ്, 4 ആഴ്ച കഴിഞ്ഞ്, ലാസ്റ്റ് 5ാമത്തെ ആഴ്ചയായി. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായില്ല ഇത് കൊണ്ടാണ് എനിക്ക് പിമ്പിൾ കൂടുന്നത്. കാരണം രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ എക്സ്ട്രീം ഓയിലി ആയിട്ട് എന്റെ സ്കിൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിക്ക് എനിക്ക് ആ ഓയിൽനെസ് കൂടുന്നോണ്ടായിരിക്കും കുറെ കൂടി പിമ്പിൾസ് കൂടുന്നത്. അങ്ങനെ നല്ല രീതിക്ക് എനിക്ക് പിമ്പിൾസ് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പിമ്പിൾസ് കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ യൂട്യൂബില് ഈ പ്രോഡക്റ്റിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിന്റെ റിവ്യൂ വീഡിയോസ് ഒക്കെ കണ്ട്. അങ്ങനെ റിവ്യൂ വീഡിയോസ് കണ്ടപ്പം റിവ്യൂ വീഡിയോസിലെല്ലാം അവർ നല്ല റിവ്യൂസാണ് പറയുന്നത്. എനിക്ക് വന്നിട്ടുള്ള സെയിം ഒരു എക്സ്പീരിയൻസ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെയോ ചുമ്മാ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പം അത് ഫുള്ള് എനിക്ക് വന്നിട്ടുള്ള സെയിം എക്സ്പീരിയൻസിലുള്ള നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. അപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്റെ കുഴപ്പം കൊണ്ടല്ല, ഈ പ്രോഡക്റ്റ് ഇതിന്റെ പ്രശ്നം തന്നെയാ എനിക്കിങ്ങനെ പിമ്പിൾസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ട്രയൽ പ്രോഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഫുൾ സൈസ് പ്രോഡക്റ്റ് അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് എന്റെ പൈസ ഫുള്ള് വേസ്റ്റ് ആയാണ്. ഞാൻ ഭയങ്കര നഷ്ടമായിപ്പോയി എനിക്കത്. എന്തായാലും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്മിറ്റൺ ആപ്പിൽ നിന്ന് ട്രയൽ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. കാരണം ഫുൾ സൈസ് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുപോലെ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആ പ്രോഡക്റ്റിനോട് അലർജി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്.
അപ്പം എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ടാറ്റാ.